മുനമ്പം ഭൂസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് ജിംസി ആന്റണി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു? മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹം 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ റെഡിയാക്കുമെന്ന്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നുണ്ട് 10 മിനിറ്റ് കൊണ്ട് ഇത് തീർക്കാൻ കഴിയാത്ത രീതിയിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ട് പോയി. അവസാനം ഇപ്പോൾ പോകാൻ സമയത്ത് ഇപ്പോൾ വഖഫ് ബോർഡ് പോലും ഈ രീതിയിൽ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഇത് എങ്ങനെയും തീർക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആക്കിയിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും മുനമ്പത്തെ ഒരു കുടുംബത്തെയും അവിടെ നിന്ന് പുറത്ത് പോകുന്ന രീതിയിലുള്ള ഒരു കാര്യവും അനുവദിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. എങ്ങനെ വിലയിരുത്തുന്നു ഈ കാര്യങ്ങളെയെല്ലാം? നമസ്കാരമുണ്ട്. മുനമ്പം ജനത ഇന്ന് വളരെ നീറുന്ന വളരെയധികം പ്രത്യാഘാതത്തിലാണ്. കാരണം വി.ഡി. സതീശൻ സാർ മുഖ്യമന്ത്രി ആയപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞങ്ങൾ തന്നെ ആയിരിക്കാം. കാരണം ഞങ്ങളുടെ സമരമുഖത്ത്, അതായത് ഞങ്ങളുടെ മാതാവിന്റെ നടയിൽ വന്നു നിന്നുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഭരിക്കുന്ന ഭരണപക്ഷം എന്തു തന്നെ ചെയ്തില്ലെങ്കിലും അടുത്തത് എന്തു തന്നെ ആയിട്ടുണ്ടെങ്കിലും ഈ ഭരണപക്ഷം അടുത്ത പ്രാവശ്യം കയറില്ല, ഞങ്ങൾ തന്നെ ഇത് കയറും, ഈ ഗവൺമെന്റിന് 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രശ്നം മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ എന്തുകൊണ്ട് പ്രതിപക്ഷമായിരുന്നത് ഭരണപക്ഷത്ത് വന്നപ്പോൾ എന്തുകൊണ്ട് മുനമ്പം ജനതയ്ക്ക് വേണ്ടി ഒരു എന്താ പറയാ ഒന്ന് വിരലനക്കാൻ പോലും കഴിയാത്തത്ര പെട്ടിരിക്കുന്നു എന്നാണ് സതീശൻ സാർ പറയുന്നത്. എന്തുകൊണ്ട് മുനമ്പം ജനതയെ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ രക്ഷിക്കാൻ കഴിയാത്ത വിധം മുനമ്പം ജനത എന്തേ കേരളത്തിലെ ഒരു ചെറിയൊരു ഗ്രാമമാണെങ്കിലും അവിടുത്തെ ജനതകൾ തന്നെയല്ലേ ഞങ്ങളെ കുടിയിറക്കില്ല എന്ന് പറയാനായിട്ട്? ഞങ്ങൾ കുടി കയറ്റക്കാരല്ല, കുടിയിറക്കാവുന്നതായിട്ട് ഞങ്ങൾക്ക് എന്ത് തന്നെയായാലും ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ എന്ത് തന്നെയായാലും സതീശൻ സാറ് 10 മിനിറ്റ് കൊണ്ടല്ല, ഇനി 10 ദിവസം തന്നെ എടുത്തോട്ടെ, എന്ത് തന്നെയായിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം എത്രയും വേഗം നടത്തി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തോട്. ഞങ്ങൾ അദ്ദേഹത്തെ അത്രയും വിശ്വസിച്ചു പോയി. കാരണം ഞങ്ങളുടെ സമരമുഖത്ത്, അതായത് മാതാവിന്റെ നടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ ഗവൺമെന്റ് 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമുള്ളൂ എന്ന്. ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ആ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല? ഇനിയും സമയമുണ്ട് അദ്ദേഹത്തിന് ചെയ്തു തരാൻ വേണ്ടി. ഞാൻ വെല്ലുവിളിക്കുന്നു, 10 ദിവസത്തിനുള്ളിൽ തന്നെ സതീശൻ സാറിന് ഇത് ചെയ്തു തരാൻ വേണ്ടി സാധിക്കില്ലേ എന്ന്. ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം? സമരങ്ങളിലേക്ക് മടങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ അതോ കാത്തിരിക്കുമോ? ഇനിയും കാത്തിരിപ്പിന് ഒരു പ്രസക്തിയുമില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ എത്ര വർഷമായി ഞങ്ങൾ കാത്തിരിക്കുന്നു, പലരുടെയും വാഗ്ദാനങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ കാത്തിരുന്നു. ഞങ്ങളുടെ പള്ളിമുറ്റത്തുണ്ടായിരുന്ന സമരം വരെ ഞങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറായി. എന്നിട്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. ഇനിയും ഞങ്ങൾ കാത്തിരിക്കുന്നില്ല. ഞങ്ങൾ ഇനിയും വലിയ വലിയ സമരങ്ങളിലേക്ക് തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം. കാരണം ഞങ്ങൾക്ക് എത്രയും വേഗം ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടേണ്ടത് ഞങ്ങളുടെ അവകാശം തന്നെയാണ്. കാരണം ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടിയുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല. കാരണം മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾ. വിവാഹം കഴിച്ചയക്കാനായിട്ട് പോലും പൈസ ഇല്ലാതെ പെട്ടിരിക്കുകയാണ്. എത്രയോ കുട്ടികളാണെന്നറിയാമോ +2 കഴിഞ്ഞിട്ട് പൈസ ഇല്ലാതെ ഉന്നത വിദ്യാഭ്യാസത്തിൽ പോകാൻ പൈസ ഇല്ലാതെ ഞങ്ങളുടെ പറമ്പ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കടക്കെണിയിലായിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. സർവീസിലായാലും ബാങ്കിലായാലും ആധാരം പണയം വെച്ചിട്ട് അത് എടുപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവരുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഈ പറമ്പ് വിൽക്കാം. അതിനും പറ്റാതെ പെട്ടിലായിരിക്കുന്ന ഒരു ജനതയാണ് മുനമ്പം ജനത. അപ്പോൾ ഇനിയും ഞങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടാകില്ല. അപ്പോൾ ഞങ്ങൾ ഇനിയും സമരമുഖത്തേക്ക് തന്നെ പോകും. മറ്റൊരു കാര്യം, എങ്ങനെയാണ് ഇനി ഈ കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ? മുനമ്പത്തെ ജനതയുടെ വികാരം എന്താണ് ഇപ്പോൾ? ഇപ്പോൾ ഇലക്ഷന് മുമ്പ് എല്ലാവരും തന്നെ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് അനുകൂലമായി, ആര് കേൾക്കേണ്ടത് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയത്. ഇപ്പോൾ കോൺഗ്രസ് കയറിയിരിക്കുന്നു, ഇടതുപക്ഷം ഇറങ്ങിയിരിക്കുന്നു. ഇനിയും എന്തുകൊണ്ട് കോൺഗ്രസിന് ചെയ്തുകൂടാ? മുനമ്പം ജനത എന്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും തഴഞ്ഞിടുന്നു എന്ന് തന്നെയാണ് മുനമ്പം ജനതയുടെ ചോദ്യം. സാധാരണക്കാരായ അവിടുത്തെ എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ എങ്ങനെയാണ് സമരം ഇനിയും നടത്തണം എന്നുള്ള ആഗ്രഹമാണോ അതോ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ? ഇപ്പോൾ എന്ന് വെച്ചാൽ രാഷ്ട്രീയ ഭേദമില്ലാതെ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കൂടെ ചിന്തിക്കുന്നവരുണ്ടാവും, കോൺഗ്രസ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും, അതുപോലെ BJP യോടൊത്ത് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നിഷ്പക്ഷമായിട്ട് ആളുകളുടെ ഒരു മനോഭാവം എന്താണ്?
ആളുകൾക്ക് നീതി ലഭിക്കുമെന്നൊരു ഉറപ്പും ഇപ്പൊ ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾക്ക് ആർക്കും നീതി ലഭിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിലുള്ള അഭിപ്രായം. പക്ഷെ ചിലരത് പ്രകടമാക്കുന്നു, ചിലര് പ്രകടമാക്കുന്നില്ല. സമരമുഖത്തേക്ക് പോകുന്നത് തന്നെയായിരിക്കും യുക്തമെന്നാണ് ഭൂരിഭാഗം ജനങ്ങളുടെയും. രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരുടെയും അഭിപ്രായം തന്നെയായിരിക്കാം. പക്ഷേ ചിലരുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ സമരമുഖത്തേക്ക് പോകാൻ പേടിച്ചിരിക്കുന്നവരും ഉണ്ടാകാം. തങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്നുള്ള വാക്കുകളും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഉള്ളില് നീതി ലഭിക്കണം, എത്രയും വേഗം ഞങ്ങൾക്ക് നടത്തി കിട്ടണം, ഞങ്ങൾ ഇനി ഏതെങ്കിലും സമരത്തേക്ക് പോകണം എന്നുള്ളത് എല്ലാ ഒരു കുഞ്ഞുമക്കളുടെ പോലും മുനമ്പൻ ജനതയുടെ ഉള്ളിലുണ്ട് ഈ വാക്കുകൾ. വളരെ നന്ദി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി.